സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ ഐക്യത്തോടെ വസിക്കുന്നതിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് ഏറ്റവും വലിയ കവി താരതമ്യം ചെയ്തിരിക്കുന്നത് അഹറോന്റെ തലയിലെ അഭിഷേക തൈലവും സിയോൻ പർവ്വതത്തിലെ ഹർമോന്യ മഞ്ഞും എന്ന് പറഞ്ഞാൽ പർവ്വതത്തിന്റെ മോളറ്റം വരെ അഹറോന്റെ തലയെത്തിയെന്ന്. മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവ് നിൽക്കുന്നവൻ, പ്രാർത്ഥിക്കുന്നവൻ, വർഗ വിവേചനം നോക്കാതെ മനുഷ്യരെ ദൈവമക്കളായിട്ട് കണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ, അവന്റെ തല പർവ്വതത്തിന്റെ മേളുവരെ ദൈവം ഉയർത്തും. അവിടെ തണുപ്പ് പകരും. സദൃശ്യവാക്യം പറയുന്നു, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷ എല്ലാവർക്കും ചെയ്യാം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നാട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഭരണാധിപന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഹൃദയം കാണുന്ന ദൈവം നിങ്ങൾക്കൊരു അവാർഡ് തരും, ഉടുപ്പ് തരും. അതൊരു പുരോഹിതന്റെ ഉടുപ്പാണ്. തല ഉയർത്തും ദൈവം. മറ്റുള്ളവരെ സ്നേഹിക്കുക.